ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പൗലോസും ആന്റപ്പനും വിനോദവും ഒക്കെ കൂടി ചേർന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന വന്ന് ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ അലീന ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പോകണം, ഇവിടെ നിന്നിട്ടുണ്ട് ശരിയാവത്തില്ല, ആരെയോ മാമോദീസയാണ്, ആദ്യ കുർബാനയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആന്റപ്പനല്ല സോറി പൗലോസ് ഇങ്ങനെ പെട്ടെന്ന് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആന്റപ്പൻ ചോദിക്കുന്നുണ്ട്, ആദ്യ കുർബാനയോ മാമോദീസയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ല പൗലോസെ, ആ മക്കളൊക്കെ ആ കടക്കാരന്റെ മക്കളൊക്കെ അങ്ങ് എവിടെയും കണ്ട് പുറത്തും കണ്ടൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അപ്പന്റെ ബന്ധത്തിലുള്ള ആരോ ആണെന്ന് ഇങ്ങനെ എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലി വന്നിട്ട് അപ്പന്റെ എന്ന് പറഞ്ഞതാ, പക്ഷെ അപ്പന്റെ ബന്ധത്തിലുള്ള ആരോ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴുകി മാറുക. അപ്പൊ നമ്മുടെ വിനോദ്, ഓ അപ്പന്റെ ബന്ധത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിക്കാം. പറഞ്ഞു, പെട്ടെന്ന് ബാ നമുക്ക് സമയം പോയി വണ്ടി എടുക്കട്ടെ വിനോദ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടി എടുക്കാനായിട്ട് വിനോദിനെ നിർബന്ധിക്കുകയാണ് ഈ പറയുന്ന പൗലോസ്. അപ്പൊ അലീന പറയുന്നുണ്ട്, പോയിട്ട് പെട്ടെന്ന് തന്നെ വരൂലോ അല്ലേ, ഇങ്ങോട്ടേക്ക് തന്നെ വരൂലോ അല്ലേ, പെട്ടെന്ന് തന്നെ എത്തൂലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആന്റപ്പ പറഞ്ഞു, ആ കുഞ്ഞെ പെട്ടെന്ന് തന്നെ വരും, ഒത്തിരി വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങ് പോയിട്ടോ. കൂടെ ആന്റപ്പനുണ്ട്, നമ്മുടെ വിനോദ് വണ്ടി ഓടിക്കുന്നു, പിന്നെ പൗലോസും ഉണ്ട്. ഏതായാലും ഈ സമയത്ത് ആന്റപ്പൻ അങ്ങോട്ട് ഒരുമാതിരി അങ്ങോട്ടായി. ആന്റപ്പന് ഇച്ചിരിയൊക്കെ നീതി ന്യായം ഒക്കെ പുലർത്തുന്ന ആളായതുകൊണ്ട് തന്നെ അപ്പൊ ആന്റപ്പൻ അങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലേ. അപ്പം പൗലോസ് ചോദിച്ചു, എന്ത് പറ്റിയ ആന്റപ്പേട്ടൻ എന്താ വല്ല മൂലക്കുരുവിന്റെ അസുഖം വല്ലതും ഉണ്ടോ? അല്ല, ഇരുന്നിട്ട് അങ്ങോട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലല്ലോ. അത് പിന്നെ ഞാൻ ആലോചിക്കായിരുന്നു, എന്തിനായിരിക്കും നമ്മൾ പോരാൻ ഇറങ്ങിയപ്പം വാങ്ങിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് അലീന ചോദിച്ചത്, എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. അപ്പൊ അത് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ഓ അതാണോ കാര്യം, അത് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു, ഞാൻ പറഞ്ഞു തരാം ആ കാര്യം എന്താണെന്ന്. വഴിയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വിനോദേ. ആ അതെ, അതിനകത്ത് ഈ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ദേ അവൾക്ക് ആളുകൾ കളിക്കണം, അത്രേ ഉള്ളൂ. അവള് അടുക്കള കയറി അടുക്കള കൈവശപ്പെടുത്തി. ഇനിയിപ്പൊ എവിടെയൊക്കെ കയറി വെട്ടാൻ പറ്റുമോ, അവിടെയൊക്കെ ആള് കളിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ കളിക്കണം. ഇതാ ഇവളുടെ ഉന്നം. ഈ പറഞ്ഞതിൽ ഒരു സാധ്യത ഉണ്ടെന്ന് വിനോദ് പറഞ്ഞപ്പോഴത്തേക്കും ആന്റപ്പൻ പറഞ്ഞു, അതൊന്നും അല്ല കാര്യം. എന്നാ പിന്നെ ആന്റപ്പൻ ചേട്ടൻ പറ. ഞാൻ പറയാം, എന്തോ ഒരു വിഷയം വരുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നമുക്ക് നോക്കാം ആന്റപ്പേട്ട, തലയെടുക്കത്തൊന്നും ഇല്ലല്ലോ എന്ന് പൗലോസിന് ഭയങ്കര ധൈര്യം കേട്ടോ. ഏതായാലും ധൈര്യം കാണിച്ച് മിക്കവാറും പുറത്താകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിലച്ഛൻ വിളിക്കുകയാണ്. ഈ പറയുന്ന റീതാമ്മയുടെ ഒക്കെ നിർബന്ധപ്രകാരം പള്ളിയിലച്ഛൻ നമ്മുടെ സ്റ്റാൻലിനെ ഫോൺ വിളിക്കുക. സ്റ്റാൻലി ഇങ്ങനെ സപ്രമഞ്ചക്കട്ടിലേക്ക് കിടക്കും. അപ്പോഴത്തേക്കുമാണ് ഫോണിന്റെ ബെല്ല്. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി എന്ത് ചെയ്തു, ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഏതോ ഒരു നമ്പർ, നമ്മുടെ സ്റ്റാൻലിക്ക് പള്ളിക്കാരും പട്ടക്കാരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ സൗമ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുക, മിസ്റ്റർ സ്റ്റാൻലി ജോസഫ് അല്ലേ എന്ന്. അപ്പം സ്റ്റാൻലി പറഞ്ഞു, അതെ, ആരാ സംസാരിക്കുന്നത്? ഞാനിവിടെ അഞ്ചനിലെ പള്ളി വികാരിയാണ്. ഓ ആണോ? അല്ല, ഇപ്പൊ പഴയ ഒരു അച്ഛനുണ്ടായിരുന്നത് മാറിയത് ഇപ്പൊ പുതിയ അച്ഛനാണോ ഇത്? ഞാനിപ്പം 1 വർഷമായി ഇവിടെ വന്നിട്ട്, പഴയ അച്ഛൻ മാറി. അല്ല, സ്റ്റാൻലി പള്ളിയിലൊന്നും വരാറില്ലേ? ഓ ഞാനേ ഈ കർത്താവുമായിട്ട് നേരിട്ട ഇടപാട്, എനിക്ക് ഈ ഇടയ്ക്കുള്ള ഇടപാടുകളൊന്നുമില്ല, ഞങ്ങൾ നേരിട്ട് ഇടപാട്. ദൈവം എന്നോട് ചോദിക്കും, ഞാൻ കൊടുക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരവും മാത്രമാ കൊടുക്കൽ വാങ്ങല്. ക്യാഷിന്റെ ഏർപ്പാടൊന്നും ഞങ്ങൾ തമ്മിലില്ല. ദൈവം പള്ളിയിലുണ്ട് സ്റ്റാൻലി, വികാരി അച്ഛനിലും കപ്പ്യാരിലും ഭക്തജനങ്ങളിലും ഒക്കെ ഉണ്ട്, തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാൻലി പറഞ്ഞു, അതൊക്കെ ഇരിക്കട്ടെ, അല്ല ഫാദർ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്, പള്ളി പണിയുന്നുണ്ടോ, എന്തെങ്കിലും പിരിവ് വേണോ? ഓ സ്റ്റാൻലി, ഒന്നും വേണ്ട സ്റ്റാൻലി ജോസഫ്, എനിക്ക് താങ്കളെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അല്ല, ഒരാവശ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കാണേണ്ടത്? അല്ല, നമുക്ക് എന്തേലും സംസാരിക്കാം, 5 മിനിറ്റ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപയല്ല ഏറ്റവും വലിയ ദാനം സ്റ്റാൻലി ജോസഫിന്റെ വൈഫും കുട്ടികളും ഈ ഇടവകയിലെ കുടുംബാംഗങ്ങളല്ലേ. പുളിക്കൽ കൂട്ടായ്മയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ് ഈ എൽസമ്മ, അറിയാലോ സ്റ്റാൻലിക്ക്. ഓ ഫാദർ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഫാദർ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഫാദറിന് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കൂടിക്കാഴ്ച വേണമെങ്കിൽ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. അതെ സ്റ്റാൻലി ജോസഫ്, എനിക്ക് കണ്ടേ പറ്റൂ, സൗകര്യമുള്ള ഒരു ദിവസം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. സ്റ്റാൻലി ജോസഫ് ബുദ്ധിമുട്ടണ്ട.
അത് പിന്നെ അച്ചോ, ഇന്നും നാളെയും ഞാൻ ബിസിയാണ്. അതുകൊണ്ട് ഈ 2 ദിവസം കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും വരാം, ഞാൻ ഇവിടെ ഉണ്ട്. അല്ല മിസ്റ്റർ സ്റ്റാൻലിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഫാദർ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ഫാദർ വരുന്നത് തല്ലുപിടിക്കാനല്ലല്ലോ, സംസാരിക്കാനല്ലേ. സംസാരിക്കാം. ഫാദറിന് ഇപ്പൊ എന്നോട് സംസാരിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ആ, എന്നാ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലിയും അച്ഛനും ഫോണ് കട്ട് ചെയ്തു. സ്റ്റാൻലിക്ക് കാര്യം പിടികിട്ടി. നമ്മുടെ റീത്താമ്മയും അതുപോലെ തന്നെ എൽസമ്മയും എല്ലാവരും കൂടെ പറഞ്ഞ് ഇളക്കി വിടുന്നതാണ് ഈ പറയുന്ന നമ്മുടെ അച്ഛനെന്ന് മനസ്സിലായിട്ടോ. അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറ്റപ്പനും പൗലോസും വിനോദും ഒക്കെ തിരിച്ചെത്തി സാധനമൊക്കെ ആയിട്ട്. അങ്ങനെ അടുക്കളയിൽ കയറി വന്ന പൗലോസിനെ നേരെ നമ്മുടെ അലീന വന്ന് പൗലോസ് ഏട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ മേടിച്ചത്? അത് പിന്നെ ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാ മേടിച്ചത് കുഞ്ഞ്. അല്ല, അതെന്തൊക്കെയാ? അത് പിന്നെ ലിസ്റ്റ് നോക്കണം. കുറെ സാധനങ്ങൾ മേടിച്ചു, എല്ലാം അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമോ? ആ, ലിസ്റ്റ് കാണിച്ചാലും മതി. എന്തൊക്കെ മേടിച്ചു എന്ന് അറിയാൻ വേണ്ടിയാ. കാണിച്ചേക്കണേ ലിസ്റ്റ് ഒന്ന്. കാണിച്ചേക്കാം, അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് എടുക്കാനായിട്ട് നമ്മുടെ പൗലോസ് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ അലീന അവിടെ ഇരുന്ന ആ കവറ്, അതായത് പൗലോസ് കൊണ്ടുവച്ച കവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പൊ കുറെ ഉള്ളിയും പരിപ്പും പയറും സബോളയും എന്തോ കുറെയൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുവാണ്. ഇത് നമ്മുടെ അലീന ഇതൊക്കെ നോക്കുന്നത് വേറൊന്നും അല്ലാട്ടോ, നമ്മുടെ സ്റ്റാൻലിയുടെ പൈസ ദൂർത്തടിച്ച് കളയാൻ പാടില്ല. സ്റ്റാൻലിയുടെ നല്ല ആരുടെയും പൈസ ദൂർത്തടിച്ച് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ അലീന ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കും തോന്നിയേക്കാം അലീനയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഓവർ അല്ലേ എന്ന്. പക്ഷേ സത്യസന്ധമായിട്ട് നീതിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ വിനോദ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഓടി ചെന്നിട്ട് പൗലോസ് പറഞ്ഞു, നീ എന്തോ നോക്കിയിരിക്കുവോ? നീ എന്ത് വലിയ അടയി വലിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വിറക്കി വെക്കത്തില്ലേന്ന് ചോദിച്ചപ്പോ, ഞാനൊന്ന് വലിച്ചു തീർത്തോട്ടെ. അതെ, ആ ഭൂതം അടുക്കള വന്ന് നിപ്പുണ്ട്. ആരാ? ആ, മറ്റവള്, കേരള സാറിന്റെ രഹസ്യപുത്രി. അവക്കിപ്പോ എന്തൊക്കെ മേടിച്ചെന്നറിയണം. ഞാനൊരു കോപ്പും പറയാൻ ഉദ്ദേശിക്കുന്നില്ല വിനോദേ. പറയണ്ട, പറയുകയോ വേണ്ട. ആ, അവൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരാ വിനോദേ? അവക്കിപ്പോ ലിസ്റ്റ് വേണമെന്ന് ഞാനിപ്പോ കാണിച്ചു കൊടുക്കാം. അല്ല, അവക്ക് നമ്മുടെ സംശയം ഉണ്ടോ പൗലോസ് ചേട്ടാ? സംശയം ഉണ്ടെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ സൂക്ഷിച്ചോ പൗലോസ് ചേട്ടാ. ഞാൻ ഒരുത്തിയും പേടിക്കാനൊന്നും പോകുന്നില്ല. അതെ, ഒരു കാര്യം ചെയ്യ, നീ അങ്ങോട്ട് സാധനം ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 ചാക്കോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ വിനോദും ആന്റെ പൗലോസും കൂടി ഇറക്കുവാണ്. സാധനമൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ സാധനമൊക്കെ ഇറക്കി വീടിന്റെ അകത്തേക്ക് കൊണ്ടുചെല്ലുന്നു. അപ്പൊ അലീന അവിടെ ഉണ്ട് കേട്ടോ. അലീന നോക്കുമ്പോഴത്തേക്കും 2-3 ഒക്കെ ചാക്ക് കിട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ അലീന തിരിച്ചും മറിച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് ഇങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ, ഇത്രയും സാധനം എന്തിനാ. ഏതായാലും കുറെ 2-3 ചാക്കും ഉണ്ട്. അതെല്ലാം കൂടെ എല്ലാം കൂടെ കെട്ടൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പൊ അലീന ചോദിച്ചു, അല്ലെ എല്ലാം എടുത്ത് കഴിഞ്ഞോ പൗലോസ് ചേട്ടാ? ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇനിയൊന്നും എടുക്കാനില്ലെന്നേ, എല്ലാം എടുത്തു കഴിഞ്ഞു. അതെ, ഒരു കാര്യം ചെയ്യും, ജീപ്പിന്റെ ഉപയോഗം കഴിഞ്ഞെങ്കിൽ അത് കഴുകി എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടിടും. ചിലപ്പം കേണൽ സാബിന് മിക്കവാറും പോണമായിരിക്കും തോട്ടത്തില് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ആന്റപ്പനാട്ടോ പറഞ്ഞത്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ജീപ്പൊക്കെ കഴുകാനൊക്കെ വരട്ടെ, അതൊന്നും ഇപ്പൊ കഴുകണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആന്റപ്പൻ പറഞ്ഞു, ആ ഓക്കെ ആയിക്കോട്ടെ കുഞ്ഞെ, കഴുകണ്ടെങ്കിൽ കഴുകണ്ട, അല്ല വിനോദ കഴുകണ്ടെന്നാല് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അലീന ഈ ചാക്കുകെട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണു തള്ളി നിൽക്കി. ഒരു 3-4 കെട്ടുണ്ട്. അങ്ങനെ അലീന പറഞ്ഞു, പൗലോസേട്ടാ, ഈ സാധനങ്ങളെല്ലാം ക്യാഷ് നേരിട്ട് കൊടുത്ത് മേടിക്കുവാണോ അതോ ഓരോരോ കടയിലെ പറ്റുപടിയാണോ? അതിന് മാസം തോറും ബില്ല് തീർക്കുവാ കുഞ്ഞെ, അങ്ങനത്തെ സെറ്റപ്പാ. ബില്ലെന്തേ? ബില്ലൊന്ന് കാണട്ടെ. അയ്യോ, ഇറച്ചിക്കടയിലും മീൻകടയിലും എവിടെയാ കുഞ്ഞെ ബില്ലടിച്ച് കിട്ടുന്നത്? എന്നാലും ഒരു തുണ്ട് കടലാസിലെങ്കിലും കുറിച്ച് തരത്തില്ലേ? അയ്യോ, തുണ്ടല്ല, പറ്റുബുക്ക് അതേലാ കുറിക്കുന്നത്. ഓ, എന്നാല് പറ്റുബുക്ക് കാണട്ടെ. അത് കടയിലല്ലേ, അത് അവര് നമുക്ക് തന്നു വിടത്തില്ലല്ലോ. അവരുടെ പറ്റുബുക്ക് എങ്ങനെയാ നമുക്ക് തന്നു വിടുന്നത്? അപ്പോഴത്തേക്ക് വിനോദ ഒറ്റ ചിരി ചിരിച്ചു കൂട്ടം. ആന്റപ്പനും ചിരിച്ചു. ഇവരുടെ ചിരി കണ്ടിട്ട് പൗലോസ് ചോദിച്ചു, എന്നാത്തിനാ നിങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അലീന പറഞ്ഞു, പൗലോസ് ചേട്ടൻ പറയുന്നത് മുഴുവൻ തമാശയാണെന്ന് ഇവർക്ക് മനസ്സിലായത് കൊണ്ടാ ചിരിക്കുന്നത്. അതിന് ഞാനൊരു തമാശ പറഞ്ഞില്ലല്ലോ കുഞ്ഞെ. അതെ പൗലോസ് ചേട്ടൻ, നമുക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ബുക്ക് ഒന്നും ഇല്ലേ? കടക്കാർക്ക് മാത്രമേ ഉള്ളോ? ആ, നമുക്കുണ്ട്. എന്നാ പിന്നെ എവിടെ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു. പിന്നെ പൗലോസ് പെട്ടെന്ന് പോവുകയാണ് പറ്റുബുക്കോ മറ്റേ കണക്ക് ബുക്കോ ഒക്കെ എടുക്കാനായിട്ട്. അങ്ങനെ പോയി ബുക്ക് എടുത്തോണ്ട് വന്നു. ബുക്ക് നമ്മുടെ അലീനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല പൗലോസ് ചേട്ടാ, ഇതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ, ഇന്നത്തെ കണക്ക് ഇതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ ശരിയാകും? അയ്യോ, അത് കുഞ്ഞെ മറന്നുപോയി ബുക്ക് കൊണ്ടുപോകാനായിട്ടോ. ഓ, മറന്നുപോയിട്ടാണോ? അത് പിന്നെ കടയിലെ പറ്റുബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതെ, അവര് നമ്മൾ അറിയാതെ ഒരു പറ്റും കൂടെ എഴുതി ചേർത്താൽ എന്ത് ചെയ്യും? അത് പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത്രയ്ക്ക് നല്ല ഓർമ്മയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബുക്ക് എടുത്തോണ്ട് പോകാൻ എങ്ങനെയാ പൗലോസേട്ട മറന്നുപോയത്? അത് അത് പിന്നെ ഓർത്തില്ല, അത് ഞാൻ മറന്നുപോയി. അപ്പൊ മറവിയുണ്ട്.
അപ്പം വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തില്ലെങ്കിലും ഇത് കുറിപ്പിക്കേണ്ടതല്ലേ? ഏ അത് പിന്നെ ഞാൻ നാളെ തന്നെ കുറിപ്പിച്ചോളാം. അപ്പൊ ഇന്നലെ എന്തെങ്കിലും മേടിച്ചായിരുന്നോ? ഇന്നലെ മേടിച്ചത് പറ്റൂറ്റില് കുറിപ്പിച്ചായിരുന്നോ? ഇല്ല, അത് ഞാന് മറന്നുപോയല്ലേ. അത് പിന്നെ എല്ലാം കൂടെ ഞാൻ നാളെ കുറിപ്പിച്ചോളാം. പൗലോസേട്ടാ, ഇതുവരെ ഉള്ളത് പോട്ടെ. നാളെ മുതൽ ഇവിടത്തെ പറ്റു ബുക്കില് കുറിപ്പിക്കുന്ന ഒരു മൊട്ടു സൂചി പോലും മേടിക്കരുത്. ബുക്ക് എടുക്കാൻ മറന്നുപോയാൽ ഇവിടെ തിരിച്ചു വന്ന് ബുക്ക് എടുത്തോണ്ട് പോക്കോണം. മനസ്സിലായോ? ദേ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ദേ ഞാൻ പറയുന്നത് ബൈജു ചേട്ടനോട് കൂടിയാ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പൗലോസ് വന്നിട്ട്, എന്താ മോളെ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല വല്യപ്പച്ച, ഇവര് മേടിച്ച സാധനങ്ങളുടെ കണക്ക് ചോദിക്കുമായിരുന്നു. അല്ല പൗലോസ് ഏട്ടാ, അരി എത്രയാ മേടിച്ചത്? അത് 30 കിലോ. പഞ്ചസാരയോ? പഞ്ചസാര 5 കിലോ. അല്ല, പേനയില്ലേ പൗലോസ് ഏട്ടന്റെ കയ്യില്? ഇന്നാ കുഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആന്റപ്പൻ പേന കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന കണക്കും കാര്യങ്ങളൊക്കെ ആ കണക്ക് ബുക്കിൽ, അതായത് പറ്റു ബുക്കിൽ എഴുതുകയാണ്. എന്നിട്ട് അലീന പറഞ്ഞു ഓരോ ഐറ്റത്തിന്റെയും വിലയും തൂക്കവും പറയാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ഐറ്റത്തിന്റെയും വിലയും തൂക്കവും നമ്മുടെ പൗലോസ് പറയാട്ടോ. ഇതെല്ലാം കൂട്ടി നോക്കണമല്ലോ അലീനയ്ക്ക്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കുട്ടിച്ചായൻ അവിടെ നിൽപ്പുണ്ടല്ലോ, അതായത് ഔതക്കുട്ടിയോട് പൗലോസ് പറഞ്ഞു, ഇത് മനുഷ്യനെ വെറും പട്ടിയാക്കുന്ന പണിയല്ലേ, ഞങ്ങളൊക്കെ എന്താ കള്ളന്മാരാണോ? അതെ, അലീന ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല മക്കളെ. പിടി വീണ പൗലോ നിന്റെ ഗതി അതോ ഗതിയാന്ന് കൂട്ടിക്കൊണ്ടാ മതി. അല്ല മോളെ, നീ എന്നെ എടുക്കുക? വാങ്ങിച്ച കടയിൽ കൊണ്ടുപോയി ഇതെല്ലാം തൂക്കി നോക്കണം. എത്ര കിലോ ഉണ്ടെന്നും ഇതൊക്കെ കറക്റ്റ് ആണോന്ന് അറിയണ്ടേ? കടക്കാര് പറ്റിച്ചോന്ന് അറിയണ്ടേ ഇവരെ? വല്യപ്പച്ച, ഈ അരി 30 കിലോ ഉണ്ടോ? കണ്ടിട്ട് വല്യപ്പച്ചന് എന്താ തോന്നുന്നത്? കഷ്ടിച്ച് ഒരു 20 കിലോ കാണും, 30 കിലോ ഇല്ല. എത്രയാടാ പൗലോ, സത്യം പറ. ഇതൊരു 20 കിലോയേ ഉള്ളൂ. അപ്പം 10 കിലോ എവിടെ പോയി പൗലോസ് ചേട്ടാ? അത് പിന്നെ ഇന്നലെ 10 കിലോ മേടിച്ചായിരുന്നു, അതോടെ ചേർത്താ ഞാൻ പറഞ്ഞത് 30 കിലോ എന്ന്. അപ്പൊ ഇന്നലെ 10 കിലോ മേടിച്ചിട്ട് ഇന്ന് 20 കിലോ. അല്ല, ഒറ്റ ദിവസം കൊണ്ട് ആരാ 10 കിലോ അരി തിന്നു തീർത്തത്? ഇവിടെ എല്ലാവരും ഇത്രയും തിന്നുവോ? അത് പിന്നെ അരി തീർന്നിട്ടല്ല മേടിച്ചത്, ഫ്രഷ് അരി വന്നപ്പോ കുറച്ച് മേടിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇന്നലെ മേടിച്ച 10 കിലോ അരി എവിടെ ഇരിക്കുന്നത് പൗലോസ് ഏട്ടാ? അതെനിക്കൊന്ന് കാണണമല്ലോ. അല്ല, ചോദിച്ചത് കേട്ടില്ലേ, കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത് എന്ന് നമ്മുടെ ഔതക്കുട്ടിയും പറഞ്ഞു പൗലോസിനോട്. ഏതായാലും പൗലോസ് അകപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കള്ളത്തരം കാണിച്ച ഇതാണ് പറയുന്നത്, ഒരു നാൾ പിടിക്കപ്പെടും. നമ്മുടെ അലീന ആരാ മോള്. ഏതായാലും പൗലോസ് കിച്ചണിലേക്ക് പോയിട്ട് ഇന്നലെ മേടിച്ച അരി എടുത്തോണ്ട് വരും കേട്ടോ. 10 കിലോ അരി നിങ്ങൾ കണ്ടോണേ. നിങ്ങൾ ഏതായാലും വൈകിട്ട് കാണണം കേട്ടോ. ഈ 10 കിലോ അരി ഉറപ്പായിട്ടും. അങ്ങനെ ഒരു പാത്രം എടുത്തോണ്ട് വന്നു, ഒരു ചെറിയൊരു ഡെപ്പ എടുത്തോണ്ട് വന്നിട്ട് അതിൽ അരി കാണിച്ചു കൊടുക്കുക. അലീന ചോദിച്ചു, ഇത് 2 കിലോ പോലും ഇല്ലല്ലോ. അല്ല, ബാക്കി 8 കിലോ ഇന്നലെ രാത്രി അത്താഴത്തിന് വെച്ച് തീർത്ത പൗലോസ് ചേട്ടാ. ആരാ ഈ 8 കിലോ അരി തിന്നത്? അയ്യോ, ആരാ ഇവിടുത്തെ ഭീമസേനൻ? എന്റെ പപ്പയാണോ? എനിക്കറിയണമല്ലോ അത്. ഇത്ര പെട്ടെന്ന് ഇത്ര അരി തീർന്നെന്ന്. എന്താ പൗലോസ് ചേട്ടൻ മിണ്ടായിരിക്കുന്നത്? പറ പൗലോസ് ചേട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, അതെ ബൈജു, നീ പറഞ്ഞാലും മതി, അവൾക്ക് മറുപടി കിട്ടിയാൽ മതി. ബൈജു, നീ പറ. അത് പിന്നെ അരി മേടിച്ചെന്നുള്ളത് സത്യമാ. ഇനി അടുക്കളയിൽ കയറി ആരെങ്കിലും കട്ടു അരിയോന്ന് അറിയത്തില്ലെന്ന് പൗലോസ്. അപ്പൊ ഔതക്കുട്ടി പറഞ്ഞു, ഇത്രയും വലിയൊരു വീട്ടിൽ അരി മാത്രവും കട്ടുകൊണ്ട് പോകാൻ ഒരു കള്ളം കയറുമെങ്കിൽ അത് വലിയ കഷ്ടമായി പോയില്ല. അതാരാ? അതേ അരിക്കൊമ്പനായിരിക്കും നമ്മുടെ അലീന. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, ഇവിടെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ പപ്പേനെ അറിയിക്കണ്ടേ? അത് പിന്നെ ഇന്ന് പറയണമെന്ന് ഓർത്തതാ. എന്റെ പൊന്നു പൗലോസ് ചേട്ടാ, വീണെടുത്ത് കിടന്ന് ഉരുളരുത് കേട്ടോ. അതെ, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം കാണണ്ടേ? അത് പിന്നെ ബൈജു ചേട്ടാ, ഇതെല്ലാം എടുത്ത് ജീപ്പിലേക്ക് കയറ്റിക്കേ. അതെന്തിനാ? കേറ്റണം. ഇപ്പൊ കേറ്റാൻ പറഞ്ഞാ കേറ്റ്, ചോദ്യം വേണ്ട കേട്ടോ, ഉത്തരം മാത്രം തന്നോളാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പൗലോസിനൊരു മടി. അപ്പൊ പൗലോസിന് മടി ആയതുകൊണ്ട് അലീന പറഞ്ഞു, അതുപോലെ പൗലോസേട്ടൻ എന്റെ കൂടെ വരണം കേട്ടോ. പൗലോസേട്ടൻ മടിച്ചു നിൽക്കരുത്. പൗലോസേട്ടനും ഇതെടുത്ത് കയറ്റാൻ കൂട്. ബൈജു ചേട്ടൻ തന്നെ എങ്ങനെയാ കയറ്റുന്നത്? നമുക്കൊന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാം. അല്ല, വല്യപ്പച്ച വരുന്നോ? വല്യപ്പച്ച, ഞാനില്ലാതെ നിന്നെ ഇവന്മാരുടെ കൂടെ വിടാനോ? ഞാൻ ഈ വേഷം ഒന്ന് മാറിക്കോട്ടെ. എല്ലാം ജീപ്പിലേക്ക് സാധനം കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ വേഷം മാറിയിട്ട് വരാന്ന് പറഞ്ഞ ഔതക്കുട്ടി അങ്ങ് പോയി. പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പൗലോസ് പെട്ടു. അങ്ങനെ സാധനമെല്ലാം ബൈജുവും ആന്റപ്പനും പൗലോസും കൂടെ വണ്ടിക്കകത്ത് കയറ്റി. ഇപ്പോഴല്ലേ മനസ്സിലായത് ആ വണ്ടി കഴുകി ഇടണ്ടെന്ന് നമ്മുടെ അലീന പറഞ്ഞത് എന്തുകൊണ്ടാ? ഈ സാധനം നേരെ കടയിൽ കൊണ്ടുപോയി അളന്ന് തൂക്കി നോക്കാനായിട്ട്. ഏതായാലും സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് തിരിച്ച് കയറ്റി നമ്മുടെ ഔതക്കുട്ടി റെഡി ആയിട്ട് വന്നു. അലീനയും ഔതക്കുട്ടിയും ആന്റപ്പനും പൗലോസും അതുപോലെ തന്നെ നമ്മുടെ ബൈജു ഒക്കെ കൂടി നേരെ മാർക്കറ്റിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്.
പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അലീനെ ചോദിച്ചു കേട്ടോ. ഇവരുടെ നിപ്പും എടുപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരവസരം കൂടി ഞാൻ പറയാം, സത്യം പറയാനായിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുകൂടി ഞാൻ ചോദിക്കുക. പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാന്ന്. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, ഓക്കെ, ആർക്കും ഒന്നും പറയാനില്ലല്ലോ, എന്നാ ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകാം. പൗലേസേട്ടാ, അവസാനത്തെ ചാൻസ് ആട്ടോ, എനിക്കൊന്നും പറയാനില്ല. അതെ പൈജു ചേട്ടാ, എന്നാ വണ്ടി എടുക്ക, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. അല്ല പൗലോസേട്ടനും കേറിക്കോ. അല്ലല്ല, നിക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ഇങ്ങ് തന്നെ. ആ ഫോൺ കയ്യിലിരുന്നാൽ ശരിയാവത്തില്ല. അത് കയ്യിലിരിക്കുമ്പോ ചിലപ്പോ ആരെങ്കിലും വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് തോന്നും. എന്തിനാ വെറുതെ? ആ ഫോൺ ഇങ്ങതാ. ആന്റപ്പേട്ടനല്ല, പൗലോസേട്ടനും അതുപോലെ ബൈജു ഏട്ടനും ആ ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞു. ഇപ്പൊ ഫോൺ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ അവതക്കുട്ടി പറഞ്ഞു, എന്താ ഫോൺ കൊടുക്കാത്തത്? നിങ്ങൾക്ക് എന്താ ഫോൺ കൊടുക്കാൻ മറി? ചുമ്മാ കണകുണ പറഞ്ഞോണ്ടിരുന്നാലേ നീ എന്റെ തണി കുണം കാണും കേട്ടോ, കൊടുക്കണം അങ്ങോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റിപ്പ സഹിതം ഫോൺ കൊടുത്തു കേട്ടോ നമ്മുടെ അലീനയുടെ കയ്യില്. അങ്ങനെ നമ്മുടെ അലീനയും പൗലോസും ഔതക്കുട്ടിയൊക്കെ വണ്ടി കയറിയിട്ട് പോവുകയാണ്. അപ്പോഴും നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, സത്യാവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും പറയാം? ആ ഗേറ്റ് കടന്നാൽ പിന്നെ ചോദ്യവും പറച്ചിലൊന്നും ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും കുറ്റസമ്മതം നടത്തണമെന്നുണ്ടെങ്കിൽ സമ്മതിക്കാം. നാണം കെടണോ എന്ന് വെറുതെ നാണം കെടണോ എന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, ഇനി ചോദ്യമൊന്നും വേണ്ട മോളെ കുഞ്ഞെ. ദേ ഇനി ഇപ്പൊ അവിടെ ഉള്ളൂ എന്നതാണെങ്കിലും ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ലല്ലോ, പിന്നെ എന്നാത്തിന് നമ്മൾ ഇനി ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അലീന 1, 2, 3, 4 അവസരം കൊടുത്തിട്ട് ഒന്നും ഇവരൂകമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ പറയുമായിരുന്നു, ഈ നാണം കെടാതെ രക്ഷപ്പെട്ടതിന് ഇനിയിപ്പോ പലചരക്ക് കടയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അലീനയുടെ പെർഫോമൻസ് കണ്ട് നാട്ടുകാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ചുമ്മാ നാണം കെടേണ്ട വരും. പൗലോസിനോട് ചിന്തിച്ചാൽ മതിയായിരുന്നു. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടോ. അത് വിശേഷമായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.